എല്ലാ പ്രിയപ്പെട്ടവർക്കും വാർത്താ ഗ്രൂപ്പ് ചാനലിൻ്റെ 5ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പുസ്തക പരിചയം ആരംഭിക്കുന്നു. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ജോർജ് സ്റ്റീഫൻസണിൻ്റെ ദി ട്രഷർ ഐലൻഡ് എന്ന അതിമനോഹരമായ നോവലിൻ്റെ 11ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിരാശ കൊണ്ട് അവർ ഭ്രമിച്ചുപോയി. ഭ്രാന്തന്മാരെ പോലെ അവർ അവിടെവിടെ കുഴിക്കാൻ തുടങ്ങി. നിധി കണ്ടുകിട്ടുന്നതിനു പകരം ക്ഷീണിച്ചുപോയ അവർ കിതച്ചുകൊണ്ട് തറയിലേക്ക് വീണു. സിൽവർ ആകട്ടെ ഒരു കോണിൽ ചിന്തകളിൽ ലയിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്തു നിന്ന ഞാനും നിധി നഷ്ടപ്പെട്ടതിൽ അത്യന്തം അത്ഭുതപ്പെട്ടു. അല്പസമയത്തിന് ശേഷം സിൽവർ പതുക്കെ പറഞ്ഞു, ഒന്നിനും പറ്റാത്ത സ്ഥിതിയിലായിപ്പോയല്ലോ. ഞാനാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിയെന്ന് എൻ്റെ ആളുകൾ തീർച്ചയായും കരുതും. നിധി ആദ്യം ജോർജ് മെറി എഴുന്നേറ്റ് സിൽവറിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് തങ്ങളെ ഈ അഭിശപ്തമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് അയാളെ പഴിച്ചു. മറ്റുള്ളവർ അയാൾക്ക് പിന്നിൽ നിന്ന് സിൽവറിനെ ചീത്ത പറയാൻ തുടങ്ങി. സിൽവർ കോപം കൊണ്ട് വിറച്ച് ഉച്ചത്തിൽ അലറി വിളിച്ചു. അയാൾ പറഞ്ഞു, മതി മതി, അത്രയും മതി. നിങ്ങളെല്ലാവരും സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് എന്നെ പിന്തുടർന്നത്. ഞാൻ ആർക്കും ഒരു വാക്കും നൽകിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഈ കപ്പലിലെ ജോലിക്കാരാവാൻ അന്യോന്യം മത്സരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഈ പരാജയത്തിന് എനിക്ക് ഉത്തരവാദിത്വവും എടുക്കാൻ പറ്റില്ല. തുടർന്ന് അവിടെ വലിയൊരു ലഹള നടന്നു. മറ്റ് കടൽ കൊള്ളക്കാർ തോക്കെടുത്ത് സിൽവറയും എന്നെയും ഉന്നം വെച്ചു. ഈ പയ്യനും ചാകണം, ജോർജ് മെറി പറഞ്ഞു. അവനും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അവസാനമായി എന്ന് എനിക്ക് തോന്നി. സ്വർഗസ്ഥനായ ദൈവത്തോട് ജീവൻ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഗുഡ് ബൈ ക്യാപ്റ്റൻ, ഗുഡ് ബൈ ജിം. മെറി ജോർജ് ഇത് പറഞ്ഞപ്പോൾ കൊള്ളക്കാർ ഞങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി. ഈ വിജനമായ ദ്വീപിൽ വെച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ രക്ഷിക്കണേ. ഞാൻ പ്രാർത്ഥിക്കവേ പൊടുന്നനവേ വെടിയൊച്ചകൾ കേട്ടു. വെടിയുണ്ടകൾ നേരിടാനാവാതെ ഞാൻ കണ്ണുകൾ പൂട്ടി. പക്ഷേ ഞാൻ കേട്ടതൊക്കെ വിഴുങ്ങുന്ന മനുഷ്യരുടെ നിലവിളിയെയും മറ്റു ശബ്ദങ്ങളുമൊക്കെയായിരുന്നു കേട്ടത്. 2 പേർ മുഖമടിച്ചു വീണു. ബാക്കിയുള്ള 3 പേരാകട്ടെ അവർക്ക് കഴിയാവുന്ന വേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞുപോയി. ഞാൻ ആകെ സംഭ്രമത്തിലായി. ഒരു നിമിഷം കഴിഞ്ഞാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഡോക്ടർ ലൂസിയും ഗ്രേയും ബെൻഗണും കൈകളിൽ പുകയുന്ന തൂക്കുകളുമായി എൻ്റെ നേരെ വരുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഞാൻ മറ്റൊരിക്കലും സന്തോഷിച്ചിട്ടില്ല. സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ നൃത്തം ചെയ്തു. നമുക്കൊട്ടും സമയം കളയാനില്ല. ഓടിപ്പോയ ആ 3 കൊള്ളക്കാർ വഞ്ചിക്കരികിലെത്തും മുമ്പ് നമ്മൾ എവിടെ എത്തിയിരിക്കണം. ഡോക്ടർ ലൂസി പറഞ്ഞു. ബെൻഗണിന് കുറുക്കു വഴി അറിയാമായിരുന്നു. ഞങ്ങളുടെ സംഘം അയാളെ പിന്തുടർന്നു. പെട്ടെന്ന് തന്നെ വഞ്ചി കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ഒരു വഞ്ചി തകർത്തതിന് ശേഷം ഞങ്ങൾ മറ്റേ വഞ്ചിയിൽ കയറി തുഴഞ്ഞുപോയി. സിൽവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുവരെ നിശബ്ദനായിരുന്ന സിൽവർ ഡോക്ടർ ലൂസിയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, നിധി മറ്റാരോ തട്ടിയെടുത്തുവെന്ന് താങ്കൾക്കറിയാമായിരുന്നോ? നിധിയുടെ ഭൂപടം എനിക്ക് തന്നതിൻ്റെ കാരണം അതാണോ? ഡോക്ടർ താനും ബെൻഗനുമായി നടന്ന കൂടിക്കാഴ്ചയെപ്പറ്റി എന്നോടും അയാളോടും പറഞ്ഞു. ബെന്നിൽ നിന്ന് ഞാൻ നിധിയെപ്പറ്റി അറിഞ്ഞു. ആ ദ്വീപിൽ തന്നെയുള്ള മറ്റൊരു മലയിലെ ഗുഹയിലേക്ക് നിധി മാറ്റിയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ. തുടർന്ന് ഞങ്ങൾ ബെന്നിൻ്റെ ഗുഹയിലേക്ക് താമസം മാറ്റി. ബെന്നിൻ്റെ സഹായത്തോടെ ഞങ്ങൾ കടൽ കൊള്ളക്കാരെ തെറ്റിദ്ധരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അനുബന്ധ ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. എല്ലാവർക്കും നന്ദി.